നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെയാണ് അപമാനഭാരത്തിൽ യുവാവ് ജീവനൊടുക്കിയത്. ഈ സംഭവം കേരളത്തിലൊന്നടങ്കം ചർച്ചയാകുകയാണ്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി പരാതി നൽകുകയും സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ശനിയാഴ്ചയായിരുന്നു ദീപകിന്റെ 42ാം ജന്മദിനം. എന്നാൽ യുവതി പങ്കുവച്ച വീഡിയോയുടെ അപമാനഭാരത്താൽ കടുത്ത മാനസിക വിഷമത്തിലായ ദീപക് പിറ്റേ ദിവസം ജീവനൊടുക്കുകയായിരുന്നു. ഇന്നലെ രാവിലെയാണ് മരണവിവരം പുറത്തറിയുന്നത്. പതിവ് പോലെ രാവിലെ ദീപക് എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ വാതിലിൽ ഏറെ നേരം മുട്ടി വിളിച്ചിരുന്നു. എന്നാൽ വാതിൽ തുറക്കാതായതോടെ ബഹളം കേട്ട് പരിസരവാസികളും ഓടിയെത്തിയതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് പോലീസ് എത്തി വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ദീപകിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം വീഡിയോ പ്രചരിപ്പിച്ച സ്ത്രീക്കെതിരെ പ്രതിഷേധം ശക്തമായി. ഈ വ്യക്തി തെറ്റായൊന്നും ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നില്ലല്ലോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി വിഷയത്തിൽ നടത്തിയ പ്രതികരണമാണിപ്പോൾ ചർച്ചയാകുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുന്ന മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു സങ്കടമാണ് തോണ്ടലും മുട്ടലും. പലരും ഉറക്കെ പ്രതികരിക്കാറുണ്ട്, കയ്യേറ്റം പോലും ചെയ്യാറുണ്ട്. ചിലർ ഭയന്ന് അവിടെ നിന്നും മാറിപ്പോകാറുണ്ട്. ഇവിടെയും അയാൾ മോശമായി പെരുമാറിയെന്ന് ഈ പെൺകുട്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ വീഡിയോ എടുക്കാൻ കാണിച്ച ധൈര്യം അയാൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാനും കൂടി കാണിക്കണമായിരുന്നു. ഒരാൾ നമുക്കിഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ, ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ, നമ്മുടെ ഭാവത്തിൽ, പെരുമാറ്റത്തിൽ അത് പ്രകടമാകും. പക്ഷേ ഈ വീഡിയോയിൽ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ വീഡിയോ എടുക്കുന്ന സ്ത്രീ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്? ഒരു ആരോപണം വൈറലാകുമ്പോൾ ഒരു ജീവിതം മൗനമായി തകരുന്നു. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, നിരപരാധിക്ക് നീതി കിട്ടണം. ഇതിൽ ഒന്നുപോലും നഷ്ടമായാൽ അത് നീതിയല്ല, സമൂഹത്തിന്റെ പരാജയമാണ്. ഒരാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ, വിശ്വസിപ്പിക്കാൻ ആ വ്യക്തിക്ക് സ്വന്തം ജീവൻ നൽകേണ്ടി വരുന്നു. അയാൾ മരിച്ചില്ലായിരുന്നുവെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ജഡ്ജിമാർ 2 വിഭാഗമായേനെ. വീഡിയോ വന്ന ഉടനെ അയാൾക്കെതിരെ നടന്ന വ്യാപകമായ ആക്രമണം താങ്ങാനാവാതെയാണല്ലോ അയാൾ ജീവനൊടുക്കിയത്. അപ്പോൾ ആ പെണ്ണിനും അവരുടെ വീഡിയോ കണ്ട ഉടനെ താഴെ വന്ന അയാളെ തെറി വിളിച്ചവരും അയാളുടെ മരണത്തിന് ഉത്തരവാദികളാണ്. കാളപെറ്റു എന്ന് കേൾക്കും മുൻപ് കയറെടുക്കുന്നത് സമൂഹമാധ്യമത്തിൽ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. വൈറലാവാൻ വേണ്ടി എന്ത് നെറുകേടും കാണിക്കുന്ന ചില മനുഷ്യരുടെ കൂട്ടത്തിൽ ചില സമൂഹ മാധ്യമങ്ങളുമുണ്ട്. വ്യക്തമായ ചോദ്യമില്ലാതെ അയാൾക്ക് പറയാനുള്ളത് കേൾക്കാൻ അവസരം നൽകാതെ നിശബ്ദമായി ഒരു ജീവൻ പോയി എന്നാണ് ഭാഗ്യലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ബസ്സിനുള്ളിൽ വെച്ച് ദീപക് മനഃപൂർവ്വം തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചു എന്നാരോപിച്ചാണ് യുവതി സമൂഹ മാധ്യമത്തിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് യുവതി സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയതെന്നും ഇതേ തുടർന്ന് ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. നാട്ടിലും വീട്ടിലും ഇത്തരത്തിലൊന്നും ആരോപണം കേൾക്കാത്ത വ്യക്തിയായിരുന്നു ദീപക് എന്നും ഇവർ പറഞ്ഞിരുന്നു. അതേസമയം യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. ദൃശ്യം പ്രചരിപ്പിച്ച സംഭവത്തെക്കുറിച്ച് വടകര പോലീസ് ദീപകിനോട് സംസാരിച്ചിരുന്നതായും സൂചനയുണ്ട്. യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. മരിച്ച ദീപകിന് നീതി കിട്ടാനായി ഏതറ്റം വരെയും പോകുമെന്ന് കുടുംബവും സുഹൃത്തുക്കളും വ്യക്തമാക്കുന്നു. ദീപക് തെറ്റ് ചെയ്തിട്ടില്ല. യുവതിയുടെ പോസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ദീപക് മനോവിഷമത്തിലായി എന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു. തെറ്റായൊന്നും ചെയ്തിട്ടില്ലെന്ന് ദീപക് പറഞ്ഞിരുന്നതായും സുഹൃത്തുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ശനിയാഴ്ചയും ദീപക് വിളിച്ചിരുന്നുവെന്നും കാണണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ഞായറാഴ്ച ദീപകിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ നടുങ്ങിപ്പോയി എന്നും അടുത്ത ബന്ധു സനീഷ് നിറകണ്ണുകളോടെ പറഞ്ഞു. ദീപകിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ സംസാരിച്ചുവെന്നും ബന്ധുവായ സനീഷ് ആരോപിച്ചു. അച്ഛനമ്മമാരുടെ ഏക മകനായ ദീപക് അവധി ദിനങ്ങൾ പൂർണ്ണമായും അവരോടൊപ്പമാണ് ചിലവഴിച്ചിരുന്നതെന്നും സനീഷ് പറഞ്ഞിരുന്നു. യുവതിയുടെ 2ാമത്തെ വിശദീകരണ വീഡിയോ കൂടി വന്നതോടെ ദീപക് വല്ലാതെ അസ്വസ്ഥനായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. എന്ന ആവശ്യത്തിനും സഹായത്തിനായി ഓടിയെത്തുന്ന ആളായിരുന്നു വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ചീക്കു എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന ദീപക്. സോഷ്യൽ മീഡിയയിലൂടെ യുവതി പ്രചരിപ്പിച്ചത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും ഇതിനെ തുടർന്ന് ദീപക് വലിയ മാനസിക വിഷമത്തിലായിരുന്നുവെന്നും ദീപകിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞു. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ കുറ്റക്കാരിയായ യുവതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗാണ്
പരാതി നൽകിയത്. പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് DGPക്ക് കൈമാറി. കോഴിക്കോട്ടെ ഒരു വസ്ത്ര വ്യാപാരശാലയിൽ പ്രവർത്തിക്കുന്ന ദീപക് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് കണ്ണൂരിൽ പോയിരുന്നു. ഈ സമയം ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന് കാട്ടിയാണ് ഒരു യുവതി റീൽസ് ചിത്രീകരിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. മറ്റുള്ളവരിൽ നിന്ന് ഇത്തരത്തിൽ വീഡിയോ പ്രചരിക്കുന്ന വിവരം അറിഞ്ഞ ദീപക് ഏറെ വിഷമത്തിലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. 23 ലക്ഷം പേരാണ് ഞായറാഴ്ച ഉച്ചവരെ ഈ വീഡിയോ കണ്ടത്. ഈ വിഷയത്തിൽ പ്രതികരണവുമായി രാഹുൽ ഈശ്വറും രംഗത്തെത്തി. താൻ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. ദീപകിന്റെ വീട്ടിലേക്ക് വിഷൻ മെൻസ് കമ്മീഷന്റെ പ്രതിനിധികളെത്തി എല്ലാ സഹായവും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഈശ്വർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ദീപകിന്റെ കുടുംബത്തിന് പൂർണ്ണമായ നിയമസഹായവും സാമ്പത്തിക സഹായവും ലഭ്യമാക്കണമെന്ന് രാഹുൽ ഈശ്വർ പരാതിയിൽ അഭ്യർത്ഥിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോ വ്യാജമാണെന്നും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വസ്തുതകൾ പരിഗണിച്ച് യുവതിക്കെതിരെ അടിയന്തര നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അവനെ എന്തുമാത്രം വേട്ടയാടിയെന്ന് രാഹുൽ ഈശ്വർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. നാളെ നമ്മുടെ മകന്, സഹോദരന് വ്യാജ പരാതികളിൽ കുടുങ്ങി ജീവിതം അവസാനിപ്പിക്കാനുള്ള ഗതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പുരുഷ കമ്മീഷൻ വേണ്ടതെന്നാണ് രാഹുൽ ഈശ്വർ വാദിക്കുന്നത്. യുവതി അവ്യക്തമായ വീഡിയോ ചിത്രീകരിച്ച് വൈറലാക്കാൻ ശ്രമിക്കുകയല്ല, നിയമപരമായി നീങ്ങുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് വ്ലോഗർ സായി കൃഷ്ണയും പ്രതികരിച്ചു. 7 വർഷമായി തന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ദീപകിനെ കുറിച്ച് ഒരു പരാതിയും നാളിതുവരെ കേട്ടിട്ടില്ല എന്നാണ് ദീപക് ജോലി ചെയ്യുന്ന സ്വകാര്യ വസ്ത്ര വ്യാപാര സ്ഥാപനമായ മുദ്ര ഇൻപെക്സ് ഉടമ വി പ്രസാദ് പറയുന്നത്. ശനിയാഴ്ചയും ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരമൊരു വീഡിയോ പ്രചരിച്ച കാര്യം ദീപകിനോട് ചോദിച്ചിരുന്നു. കണ്ടെന്ന് മാത്രമാണ് ദീപക് മറുപടി തന്നത്. സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ ദീപകിന് അനുകൂലമായാണ് പ്രതികരണമെന്നും ഉറപ്പായും യുവതിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകണമെന്നും പറഞ്ഞു. വീടിന്റെ പരിസരത്തുള്ള അഭിഭാഷകനെ കാണാമെന്ന് ഉറപ്പ് നൽകിയാണ് ദീപക് പിരിഞ്ഞതെന്നും പ്രസാദ് പറയുന്നു. എന്നാൽ രാത്രി വിളിച്ചു ചോദിച്ചപ്പോൾ അഭിഭാഷകൻ സ്ഥലത്തില്ല, അടുത്ത ദിവസം കാണുമെന്ന് ദീപക് അറിയിച്ചതായി പ്രസാദ് പറഞ്ഞിരുന്നു. 12 വർഷമായി കോഴിക്കോട് ഗോവിന്ദപുരത്ത് താമസിക്കുന്ന ദീപകിനെ കുറിച്ച് അയൽവാസികളായ വീട്ടമ്മമാർക്കുൾപ്പെടെ നല്ലത് മാത്രമേ പറയാനുള്ളൂ. സ്വഭാവിയായ ദീപകിന് ഇത്തരമൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് അയൽവാസിയായ സ്മിത ജോഷി പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ അപമാനഭാരത്തിലായ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികരിച്ച് സന്തോഷ് പണ്ഡിറ്റും രംഗത്തെത്തി. ഈ അവസ്ഥയെ അയാൾ ധൈര്യപൂർവ്വം നേരിടണമായിരുന്നുവെന്നും ആത്മഹത്യ ഒന്നിനും പരിഹാരമാകുന്നില്ല എന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞിരുന്നു. പണ്ഡിറ്റ് സാമൂഹ്യ നിരീക്ഷണം: തിരക്കുള്ള ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം നേരിടുന്ന കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്തു. തന്റെ സുഹൃത്തിന് രക്തം ദാനം ചെയ്തിട്ട് യുവാവ് തിരിച്ചു ബസ്സിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ സംഭവം ഉണ്ടായത്. തന്നെ യുവാവ് സ്പർശിച്ചു എന്ന രീതിയിൽ ഒരു യുവതി ബസ്സിൽ നിന്നും വീഡിയോ എടുത്തതും യുവതി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇട്ട് അത് വൈറലാക്കിയതും വീഡിയോ പുറത്തു വന്നതിൽ പിന്നെ വളരെ സമ്മർദ്ദത്തിലായ യുവാവ് മരണം തിരഞ്ഞെടുത്തു. ആണുങ്ങൾക്ക് ഈ സംഭവമൊക്കെ വലിയ പാഠമാണ്. സ്ത്രീകളെ കാണുമ്പോൾ പരമാവധി വിട്ടു നടന്നാൽ അവനവനെ കൊള്ളാം. ഏതെങ്കിലും പെണ്ണ് എന്തെങ്കിലും പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കി വൈറലാക്കിയാൽ കോടതിയോ മാധ്യമങ്ങളോ പോലീസോ ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാകില്ല. ഓർത്തോ, സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ, പുരുഷനും അന്തസ്സുണ്ട്. 1,00,000 ആളുകൾ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ മിനിമം 1000 പേരെങ്കിലും നിങ്ങൾ ഞരമ്പനാണെന്ന് വിശ്വസിക്കും. ഇദ്ദേഹം നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ അവസ്ഥയെ ധൈര്യപൂർവ്വം നേരിടണമായിരുന്നു. നിരപരാധിത്വവും സമൂഹത്തിന് മുന്നിൽ തെളിയിക്കണമായിരുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മരിച്ച യുവാവിന് പ്രണാമം. അതിനാൽ പുരുഷന്മാരെ ഭയം വേണ്ട, ജാഗ്രത മതി. ദയവ് ചെയ്ത് സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ ഒരു സ്ത്രീയും ദുരുപയോഗം ചെയ്യരുത്. കാരണം യഥാർത്ഥ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഭാവിയിൽ ഉണ്ടാവും. സംഭവം സത്യമാണെങ്കിലും പലരും വിശ്വസിക്കില്ല. ഇനി ഏതെങ്കിലും പുരുഷനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായാൽ വർഷങ്ങളോളം അതും വെച്ച് നടക്കരുത്. സംഭവം നടന്ന ഉടനെ കേസ് കൊടുക്കുക. സംഭവത്തിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ അത് വെച്ച് റീച്ചും പണവും ഉണ്ടാക്കാതെ പോലീസിന് കോടതിക്കും അതൊക്കെ കൈമാറുക. തീർച്ചയായും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുത് എന്നാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ വാക്കുകൾ. You're watching me on metromatney.com. on metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.